ശ്രീ സി രഘുനാഥാണ് കണ്ണൂർ മോണ്ടനക്കുള്ളത്. രഘുട്ട നമസ്കാരം. നമസ്തേ. നമസ്തേ. രഘുട്ട, എങ്ങനെയാ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ? സാധാരണ രീതിയിൽ എനിക്ക് പ്രത്യേകത ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. രാത്രി വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ല, നേരത്തെ എഴുന്നേൽക്കുന്ന ആളല്ല. വൈകി ഉറങ്ങും. രാത്രിയാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് അധികം ഉണ്ടാകും. സാധാ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ അഞ്ചരക്കണ്ടിയാണ് താമസിക്കുന്നത്. ഇപ്പോഴും അഞ്ചരക്കണ്ടി താമസിക്കുന്നത്. കുടുംബം ഒക്കെ അടുത്തുള്ളത് കൊണ്ട്, നാട്ടുകാരൊക്കെ ആയിട്ട് നിരന്തരം ബന്ധമുള്ളത് കൊണ്ട്, നാട് വിടാൻ സാധിക്കാത്തതുകൊണ്ട് കണ്ണൂരിൽ വീടുണ്ടായിട്ടും താമസിക്കാറില്ല. ഞാൻ 1979 കണ്ണൂരിൽ നിന്ന് നാട്ടിലേക്ക് പോയത്. ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ കണ്ണൂരായിരുന്നു. പഠിച്ച വളർന്നൊക്കെ തന്നെ കണ്ണൂരും പരിസരത്താണ്. കണ്ണൂർ പോലീസ് ലൈനായിരുന്നു. അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് കണ്ണൂരായിട്ട് ചെറിയ 62 മുതൽ ഞാൻ കണ്ണൂരിലാണ്. 62 1-ാം ക്ലാസ്സിൽ താവക്കര സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കണ്ണൂരിൻ്റെ ഓരോ ചലനവും ഓരോ വളർച്ചയും ഓരോ തളർച്ചയും നോക്കിക്കണ്ട ഒരാളാണ്. BJPയിലേക്ക് എത്തി. അതൊരു യാദൃച്ഛികമായിരുന്നു. ഞാൻ 1976 മുതൽ സജീവമായി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച ഒരാളാണ്. 73 ഞാൻ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പാസ്സായതിന് ശേഷം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലായിരുന്നു എൻ്റെ പഠനം. 76-77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ യൂണിറ്റ് KSUവിൻ്റെ പ്രസിഡൻ്റായാണ് എൻ്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. 78-79 ബ്രണ്ണൻ കോളേജിൽ കുറേ കാലത്തിന് ശേഷം KSUവിൻ്റെ ചെയർമാനായി ഞാൻ വിജയിക്കുകയാണ്. 78-79 KSUവിൻ്റെ ചെയർമാനായിരുന്നു. എല്ലാവർക്കും അറിയാം, ധർമ്മടം ബ്രണ്ണൻ കോളേജ് എന്ന് പറയുമ്പോൾ പലരും ധാരണ അത് CPMൻ്റെ ഒക്കെ. അങ്ങനെ ആയിരുന്നില്ല. 1973 ആദ്യമായി KSU അവിടെ പരാജയപ്പെടുന്നത്. അന്ന് ഇന്നത്തെ മന്ത്രിയായിരുന്ന AK ബാലനാണ് പമ്പ്രം ദിവാകരനെ പരാജയപ്പെടുന്നത്. അന്ന് K സുധാകരൻ എന്ന് പറയുന്ന NSO നേതാവ്. അദ്ദേഹം KSU അല്ല. സുധാകരൻ അവിടെ മത്സരിച്ചു. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. സുധാകരനും ദിവാകരനും AK ബാലനും മത്സരിച്ച് പമ്പ്രം ദിവാകരൻ ഒരു വോട്ടിന് പരാജയപ്പെടുത്തിയാണ് AK ബാലൻ ആദ്യമായി ബ്രണ്ണൻ കോളേജ് ചെയർമാനായത്. അതിനുശേഷം ബ്രണ്ണൻ കോളേജിൽ 77-78 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും CPMൻ്റെ വിദ്യാർത്ഥി സംഘടന SFI ജയിച്ചത്. എന്നിലൂടെ 78-79 KSU തിരിച്ചു പിടിക്കുകയും 80-81, 79-80, 3 വർഷം തുടർച്ചയായി KSU വിജയിച്ചു. എൻ്റെ ബിരുദം പൂർത്തിയാക്കി. ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ BA എക്കണോമിക്സാണ്. പാസ്സായതിനു ശേഷം ഞാൻ കണ്ണൂർ SN കോളേജിൽ വരുന്നു. 79-81 കണ്ണൂർ SN കോളേജിൽ MA വിദ്യാർത്ഥിയായി ചേർന്നു. ആ സമയത്ത് SFIയുടെ പ്രമുഖ നേതാവായ ശശിയായിരുന്നു SFIയുടെ നേതാവ്. SN കോളേജ് എൻ്റെ തൊട്ട സീനിയറാണ്. അദ്ദേഹത്തെ ആ സമയത്ത് പരാജയപ്പെടുത്തുന്നു. SN കോളേജിൽ 80-81 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. പിന്നെ കാലഘട്ടത്തും SFIയുടെ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ഭാരവാഹിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഇടവേളക്ക് വിദേശത്ത് പോവുകയാണ്. എൻ്റെ രാഷ്ട്രീയത്തിൽ ചെറിയ മാറ്റം ഉണ്ടായത് 83 ഞാൻ അന്ന് KSUവിലുള്ള പിളർപ്പൊക്കെ മാനസികമായി ക്ഷീണിച്ചപ്പോഴാണ്. ആ സമയത്താണ് KSUവിൽ പിളർപ്പുണ്ടായത്. ഞാൻ ഗൾഫിലേക്ക് പോകും. ഞാൻ 90 തിരിച്ചു വന്നു. വീണ്ടും പാർട്ടിയിൽ സജീവമായി. ഞാൻ വീണ്ടും കോൺഗ്രസിൽ സജീവമായി. കോൺഗ്രസിൻ്റെ KPCC മെമ്പറായി 95. എടക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് K സുധാകരൻ ഞാനും KPC മെമ്പറായിരുന്നു. K സുധാകരൻ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറും ഞാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പറായി. പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള രീതിയിൽ കോർപ്പറേഷൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കുറേ തിരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തു. അതിനിടയിൽ 2021 മത്സരിച്ചു. UDFൻ്റെ ചെയർമാനായി, DCC ജനറൽ സെക്രട്ടറിയായി. 2023 ഡിസംബർ വരെ കോൺഗ്രസിൻ്റെ സജീവമായി ഞാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എല്ലാമായിട്ട് ഞാനുണ്ടായിരുന്നു. സുധാകരനെ അടുത്തും അകന്നും കുറേ കാലമുണ്ട്. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് കോൺഗ്രസ്. ഞാനൊക്കെ AK ആന്റണിയുടെ വിഭാഗത്തിൽ സജീവമായി
എ വിഭാഗം ഉണ്ടാക്കുന്ന കാലത്ത് തൊട്ടിട്ട് അതിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുണ്ട്. കോൺഗ്രസ് വളർന്നപ്പോൾ എ വിഭാഗത്തോടൊപ്പമായിരുന്നു ഞാൻ. പിന്നെ കോൺഗ്രസിനകത്ത് സജീവമായി പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി നിന്നു. സുധാകരൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുത്തു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ചെയ്തപ്പോഴും കോൺഗ്രസിനകത്തുണ്ടായ ചിലരുടെ ഞങ്ങളൊന്നും വേണ്ട എന്നുള്ള തീരുമാനം, ഞങ്ങളെ അവമാനിക്കുന്ന രീതിയിൽ, ഞങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ കമ്മിറ്റിക്ക് വിളിക്കാതായി, സംസാരിക്കാതായി. അന്നൊക്കെ മാനസികമായിട്ട് വലിയൊരു വിഷമല്ലേ? വലിയ വലിയ പ്രയാസമായിരുന്നു. കാരണം ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നിട്ടൊന്നും ഇതുവരെ നേടാത്ത ഒരാളാണ്. ഞാനൊരു 10-18 മണിക്കൂർ ജീവിതത്തിൽ അധ്വാനിക്കുന്ന ഒരാളാണ്. ഞാൻ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഞാൻ റോയൽ സൗദി എയർഫോഴ്സിൽ റിയാദ് എയർബേസിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഇൻചാർജായി 23-ാം വയസ്സിൽ റോയൽ സൗദി എയർഫോഴ്സ്. അതുപോലെ തന്നെ കിങ് ഫൈസൽ എയർ അക്കാഡമി എന്ന് പറയുന്ന റിയാദിലെ ഏറ്റവും വലിയ, സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ എന്താ പറയുക, എയർഫോഴ്സിൻ്റെ അക്കാഡമിയുടെ മെയിൻ്റനൻസിൻ്റെ ചീഫായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ 23-ാം വയസ്സിൽ ജോലിയൊക്കെ വിട്ടു. ഞാൻ വീണ്ടും തിരിച്ചു വന്നത് 1989-90 ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് വീണ്ടും നാട്ടിൽ നിന്നു. അങ്ങനെ ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ഞാൻ 80 തന്നെ ഈ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് കണ്ണൂരിലത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഒമേഗ കോളേജ് എന്ന് പറഞ്ഞ എനിക്കൊരു കോളേജുണ്ട്. മേലെ ചോക്കൊക്കെ ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ചില ബോർഡുകൾ കാണാം. ഞാൻ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആരംഭിച്ചാണ്. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അങ്ങനെ അധ്യാപകന രംഗത്ത് കുറച്ചു കാലം ഞാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമല്ല. അതാണ് രാഷ്ട്രീയം. എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നക്ഷത്രം തൊലിയാനുണ്ട്. ഞങ്ങൾ ഒക്കെ ആലോചിക്കുന്നത് ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ പിൻഗാമികളാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കൈപിടിക്കുകയോ ശുപാർശ ചെയ്യപ്പെട്ട ആളുകളാണ് AICCയുടെ ഭാരവാഹികൾ പോലും. കണ്ണൂരിലെ എല്ലാ നേതാക്കന്മാരും, ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൽ നിന്ന് ഞങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ അവരെ കൈകൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊന്നും അവർ കാണുന്ന രാഷ്ട്രീയം പോലെ അല്ല ഞാൻ കാണുന്നത്. ഞാനെന്തായാലും ഒരു രാഷ്ട്രീയക്കാരൻ അധ്വാനിച്ച് ജീവിക്കണം, ഒപ്പം തന്നെ രാഷ്ട്രത്തിനും തൻ്റെ പാർട്ടിക്കും വേണ്ടി സേവനം അനുഷ്ഠിക്കണം. പാർട്ടിയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇതുവരെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള മനസ്സില്ലായിരുന്നു. സുധാകരൻ ഏറെ സ്നേഹത്തോടുകൂടി അവസാന കാലത്ത് ഞാനുമായിട്ട് നല്ല നിലയിൽ സഹകരിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം KPC പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചു. കണ്ണൂരിൽ ഒരു പുതിയ തലമുറ കടന്നു വരണമെന്ന് എപ്പോഴും ആഗ്രഹിച്ച ഒരാളാണ്. പുതിയ ചെറുപ്പക്കാരെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്ത ആ ഒരു അവസരത്തിൽ ഈ സുധാകരൻ ആ വാഗ്ദാനം തന്ന് അത് പാലിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചു? ഇന്നത്തെ DCCയുടെ നേതൃത്വം അന്ന് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. ഞാനും സുധാകരനുമായുള്ള ഒരു ഐക്യപ്പെടൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സുധാകരൻ്റെ 2019 തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിലൊക്കെ എൻ്റെ സാന്നിധ്യം വലിയതായിരുന്നു. വളരെ സജീവമായിട്ട് 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ചുമതലയിരിക്കാൻ അദ്ദേഹമായി വളരെ അടുത്ത് നിൽക്കുകയും അത് കഴിഞ്ഞുണ്ടായ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നെ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന സുധാകരൻ്റെ ഏക പിടിവാശിയല്ല. സുധാകരൻ സുധാകരനല്ലായിരുന്നെങ്കിൽ ഞാൻ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാവില്ല. എന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ 1 മണിക്ക് മുന്നാണ്. 1 മണിക്കാണ് എന്നെ പ്രഖ്യാപിക്കുന്നത്, 3 മണിക്ക് സമാപിക്കുന്നത്. പക്ഷെ നേരത്തെ തന്നെ സുധാകരനോട് തയ്യാറാവാൻ പറഞ്ഞതുകൊണ്ട്, തയ്യാറാക്കി വെച്ച നോമിനേഷൻ ഉള്ളത് കൊണ്ട് പ്രഖ്യാപനം കഴിഞ്ഞ് നേരെ വന്ന് നോമിനേഷൻ കൊടുക്കരുത്. 2 മണിക്കൂർ ഞാൻ തയ്യാറാക്കിയിരുന്നു. കാരണം എന്നോട് 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്ത് തന്നെ ആയാലും സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ്. അന്നത്തെ KPCC പോലും പൂർണ്ണമായും അതിനെതിരായിരുന്നു. അന്നത്തെ KPC പ്രസിഡന്റ് രാമേന്ദ്രൻ കടന്നപ്പള്ളി വാളയാറിലെ ആ കുട്ടികളുടെ അമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പിടിവാശി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ദേവരാജൻ എന്ന് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആൾക്ക് കൊടുത്തു. പക്ഷെ സുധാകരൻ്റെ ഒരു പിടിവാശി ഞാൻ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുക. അവസാനം KPCCയെ ആ തീരുമാനം എടുപ്പിക്കേണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഞങ്ങളൊരധികം പറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ നാട്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കില്ല. എൻ്റെ വീട്ടിനടുത്ത് മീറ്റിംഗ് നടക്കും. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്നു.
ഞാൻ ചോദിച്ചപ്പോൾ അത് കോൺഗ്രസിൻ്റെ മീറ്റിംഗാണ്. എൻ്റെ പ്രാദേശികമായി ഞാൻ ഇരുന്ന് നടക്കുന്ന സ്ഥലം 24 മണിക്കൂർ ചെലവഴിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയാം. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം 79 നാട്ടിൽ പോയതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഒത്തുകൂടുന്ന ഒരു സ്ഥലം. അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ CPM ഏറ്റുമുട്ടി വധഭീഷണിയിൽ നിന്ന് 2 തവണ രക്ഷപ്പെട്ട ഒരാളുടെ നാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ പാർട്ടിയിൽ നിൽക്കാൻ പാടില്ല.